എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ വീവൂഷനെ ലൻഷാനെയൊക്കെ കാണിച്ചുകൊണ്ടാണ്. അവിടെയായിട്ട് നമ്മുടെ ജിയാൻ ചിങ്ങിന്റെ മുമ്പിലായിട്ട് രണ്ട് പെണ്ണുങ്ങൾ നിന്ന് നമ്മളുടെ ആ ജിൻഗാവോ ഇല്ലേ, അതായത് നുണക്കുഴിയുള്ളവൻ, അവൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അതായത് അവനാണ് ഇവിടുത്തെ മെയിൻ വില്ലൻ, അല്ലാണ്ട് നമ്മളുടെ വീവൂഷൻ അല്ല എന്ന്. ഇവരെല്ലാവരും പറയും, അതായത് നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവൻ തന്നെയാണ് അവൻ്റെ അച്ഛനെയും അനിയനെയും അതേപോലെ അവൻ്റെ മോനെയും മാസ്റ്ററിനെയും എല്ലാവരെയും കൊന്നത് എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ വീവൂഷനും ലൻഷാനും ഒക്കെ ഭയങ്കര വലിയ ഡൗട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴെന്താണ് റിവീൽ ആവുന്നത് എന്ന്. അതായത് ഇതിൻ്റെ എല്ലാം പിന്നിലായിട്ട് മെയിനായിട്ടൊരാളുണ്ട്, അവൻ തന്നെയാണ് ഇതെല്ലാം ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ വീവൂഷൻ സംസാരിക്കും. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ വീവൂഷാൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കും, അതായത് അവനാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണോ എന്ന്. സത്യം പറഞ്ഞാൽ എന്ത് കോമഡിയല്ലേ, ഇത്രയും കാലം ഇവരെല്ലാം വീവൂഷാനെയാണ് വില്ലനായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നുണക്കുഴിയുള്ളവൻ വില്ലനായപ്പോൾ അവർക്ക് എല്ലാവർക്കും വീവൂഷാൻ്റെ ഹെൽപ്പും വേണം. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വീവൂഷാനാണെങ്കിൽ ലൻഷാനെയും കൊണ്ട് നമ്മളുടെ വീവൂഷാൻ്റെ ആ ലോട്ടസ് പിയർ ഇല്ലേ, അവിടെയായിട്ട് അവൻ്റെ അങ്കിളിൻ്റെ ആൻറ്റിയുടെയും അതേപോലെ ചേച്ചിയുടെയും ഒക്കെ ടോമ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്തായിട്ടാണ്. അവിടെ വന്നിട്ട് നമ്മളുടെ വീവൂഷാൻ പറയും, എനിക്ക് ഇവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നെ ഇവർക്ക് ആർക്കും ഇഷ്ടമായിരിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ വീവൂഷാനും ലൻഷാനും കൂടി അവിടെയായിട്ട് ഇവർക്ക് നല്ലതുപോലെ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കും. ഇവർ 3 തവണ അവിടെ ഇരുന്ന് വണങ്ങും. സത്യം പറഞ്ഞാൽ 3 തവണ വണങ്ങുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച കപ്പിൾസാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 2 പേരും അത് മെൻഷൻ ചെയ്യത്തില്ലെങ്കിലും അവിടെ 3 തവണ വണങ്ങാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ വീവൂഷാൻ പറയും, എൻ്റെ ചേച്ചി എന്ത് പാവമായിരുന്നു, ഇവിടെയായിട്ട് ചേച്ചിയുടെ അമ്മയാണെങ്കിൽ എന്നെ എപ്പോഴും ടോർച്ചർ ചെയ്യുമായിരുന്നു. ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ ലൻഷാനാണെങ്കിൽ വീവൂഷാൻ്റെ അടുത്ത് ചോദിക്കും, നീ ജിയാൻ ചിങ്ങിൻ്റെ അടുത്ത് സത്യം പറയുന്നില്ലേ? അപ്പോൾ നമ്മളുടെ വീവൂഷാൻ പറയും, ഞാൻ നീ എന്ത് പറഞ്ഞിട്ട് എന്താ, എന്തൊക്കെയായിരുന്നാലും ഞാൻ തന്നെയല്ലേ ടൈഗർ ആൽമലറ്റ് കണ്ടുപിടിച്ചത്, അതേപോലെ തന്നെ ഈ ഒരു പാത ചൂസ് ചെയ്തത് ഞാൻ തന്നെയല്ലേ. അവിടെയായിട്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മളുടെ നുണക്കുഴിയുള്ളവനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടും ഇനി കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മളുടെ ജിയാൻ ചെങ്ങ് വരും. അവൻ വന്നിട്ട് വീവൂഷാൻ്റെ അടുത്ത് നല്ലതുപോലെ ദേഷിക്കാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ ലൻഷാനെ പറ്റിയും കുറ്റം പറയും. ഇവിടെ നമ്മളുടെ വീവൂഷാൻ ചോദിക്കും, നീ എന്തിനാ ലൻഷാനെ കുറ്റം പറയുന്നത്? ഉടനെ തന്നെ നമ്മളുടെ ജിയാൻ ചെങ്ങ് പറയും, ഓ നിനക്കപ്പോൾ അവനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ അന്ന് ഹീറോ ആവാൻ നോക്കിയതിൻ്റെ പേരിലാണ് നമ്മളുടെ ഈ ലോട്ടസ് ക്ലാന് ഈ ഒരു അവസ്ഥ വന്നത്. നീ അന്ന് ലൻഷാനെ രക്ഷിക്കാൻ പോയില്ലായിരുന്നു എങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവനോടെ കണ്ടാന്. അതേപോലെ ആ വെന്നിങ്, അവനെയും അവൻ്റെ ക്ലാനിനെ നീ രക്ഷിക്കാൻ നോക്കിയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ചേച്ചീനെ നഷ്ടപ്പെട്ടത്. നീ അവരെ 2 പേരെയും തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ജിയാൻ ചെങ്ങ് നമ്മളുടെ ലൻഷാനെ നോക്കിയിട്ട് ചോദിക്കും, നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളല്ലേ, നിങ്ങൾ റൂൾസൊക്കെ അല്ലേ ഫോളോ ചെയ്യുന്നത്, എന്നിട്ട് എന്തിനാ ഇപ്പോൾ ഇവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത്? നിങ്ങളുടെ അങ്കിളും അതേപോലെ ചേട്ടനും പറയുന്നത് ഒന്നും കേൾക്കാണ്ടല്ലേ നിങ്ങളിപ്പോൾ ഇവൻ്റെ കൂടെ നടക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ലൻഷാനെ നല്ലതുപോലെ വഴക്ക് പറയും. ഇതൊക്കെ കേൾക്കുന്നേ വീവൂഷാനെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവനവിടെ ദേഷിക്കാൻ തുടങ്ങും. ഇവിടെയായിട്ട് ജിയാൻ ചെങ്ങ് പറയും, ഓ നിനക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ വീവൂഷൻ നല്ലതുപോലെ വീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. ലൻഷാനും വീവൂഷാനും പോകാനായിട്ട് ഇറങ്ങുന്നതും ജിയാൻ ചെങ്ങ് മുമ്പിലായിട്ട് വന്ന് നിന്നിട്ട് വീവൂഷാൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ലൻഷാൻ അത് മാക്സിമം തടയാൻ നോക്കും. എന്നാൽ ഇവിടെ നമ്മളുടെ വീവൂഷൻ ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു. അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ലൻഷാൻ വീവൂഷനെ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്നേയും നമ്മളുടെ വീവൂഷനോട് ബോധം കെട്ടങ്ങ് വീഴും. ലൻഷാൻ അവനെ കയറി പിടിക്കും. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മുടെ വെന്നിങ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്നിട്ട് ജിയാൻ ചെങ്ങിൻ്റെ അടുത്ത് നമ്മളുടെ വീവൂഷൻ്റെ വാള് കൊടുത്തിട്ട് പറയും, ഇതൊന്ന് വലിച്ചൂരാൻ. ഇത് കേൾക്കുന്നേം ജിയാൻ ചെങ് ചോദിക്കും, ഞാനെന്തിനാ ഇത് വലിച്ചൂരുന്നതെന്നും പറഞ്ഞിട്ട് നമ്മളുടെ വെന്നിങ്ങിനെ എടുത്തിട്ട് അടിക്കും. എന്നാൽ വെന്നിങ് അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അവനാണെങ്കിൽ നമ്മളുടെ ഈ ജിയാൻ ചെങ്ങിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയും, ഈ വാളൊന്ന് വലിച്ചൂരുക എന്ന്. നമ്മളുടെ ജിയാൻ ചെങ് ആയിരുന്നാലും ആ എന്തേലും വരട്ടെ എന്ന് പറഞ്ഞ് വാൾ കയറി പിടിക്കുന്നതാ. എന്നാൽ ആ വാള് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ലൻഷാനും ജിയാൻ ചെങ്ങും എല്ലാം നല്ലതുപോലെ ഷോക്കാവും. ജിയാൻ ചെങ് ചോദിക്കും, അതെങ്ങനെയാ സംഭവിച്ചത് എന്ന്. അപ്പോൾ നമ്മുടെ വെന്നിങ് പറയും, ഈ വാള് ജിയാൻ ചെങ്ങിനെ വീവൂഷാനായിട്ടാണ് കാണുന്നത്. വീവൂഷാൻ്റെ ഗോൾഡൻ ഗോറ് ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ ജിയാൻ ചെങ്ങിൻ്റെ ദേഹത്താ എന്ന് പറയും. ഇത് കേൾക്കുന്നേ ജിയാൻ ചെങ്ങിന് ഒന്നും മനസ്സിലാവത്തില്ല. അവൻ അവിടെ പറയും, നീ കള്ളം പറയുക എന്ന്. എന്നാൽ നമ്മളുടെ വെന്നിങ് അവിടെ സത്യം പറയും. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്കും കാണിക്കും. അതായത് ജിയാൻ ചെങ്ങിൻ്റെ ഗോൾഡൻ ഗോറ് നശിച്ചു പോയില്ലായിരുന്നോ? ആ സമയത്ത് നമ്മളുടെ വീവൂഷൻ അവൻ്റെ മാസ്റ്റർ അത് ശരിയാക്കുമെന്നും പറഞ്ഞിട്ട് ഒരു മലയുടെ മുകളിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ മാസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം നമ്മളുടെ വെൻഷിനും വെന്നിങ്ങുമാണ് ഉണ്ടായിരുന്നത്. അവർ തന്നെയാണ് നമ്മളുടെ ജിയാൻ ചെങ്ങിനെ
നേരെയാക്കുകയും ചെയ്തത്. അതായത് നമ്മളുടെ വെയ്വൂഷന്റെ ഗോൾഡൻ കോർ എടുത്ത് നമ്മളുടെ ഈ ജിയാൻചിങ്ങിന്റെ ദേഹത്തായിട്ട് വെച്ചു. ഇത് നമ്മളുടെ ജിയാൻചിങ്ങിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമേ ആയിരുന്നില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാനും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരും. അവനിങ്ങനെ നമ്മളുടെ വെയ്വൂഷനെ നോക്കിയിരിക്കും. നമ്മളുടെ വെന്നിങ് ആയിരുന്നാലും ജിയാൻചിങ്ങിൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഡൗട്ടാണെങ്കിൽ നിങ്ങളെല്ലാവരുടെതും കൊണ്ടുപോയി ഈ വാളൊന്ന് വലിച്ചൂരി നോക്കാൻ പറ. ആർക്കും അതിന് പറ്റത്തില്ല, കാര്യം ഇത് സീൽഡ് ആയിട്ടുള്ളൊരു വാളാണ്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജിയാൻചിങ് ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയാൻചിങ്ങിന് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെയായിട്ട് നമ്മുടെ വെന്നിങ് പറയും, ഇത്രയും കാലവും വെയ്വൂഷ്യൻ വാള് യൂസ് ചെയ്യാതിരുന്നതിന്റെ റീസൺ എന്തുവാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവന് വാള് യൂസ് ചെയ്യാനുള്ള സ്പിരിച്വൽ പവർ ഇല്ല, അതുകൊണ്ടാണ് അവൻ ബ്ലാക്ക് മാജിക്കിലോട്ട് തിരിഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജിയാൻചിങ് ആയിരുന്നാലും പഴയ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കും. നമ്മുടെ ലൻഷാൻ ആയിരുന്നാലും അവിടെ ഒന്നിനും വെയിറ്റ് ചെയ്യാണ്ട് വേഗം തന്നെ വെയ്വൂഷാനെ എടുത്ത് അവിടെ നിന്ന് നടന്നു പോകും. എന്നിട്ട് നമ്മളുടെ വെന്നിങ്ങും വെയ്വൂഷാനും ലൻഷാനും കൂടി ഒരു ബോട്ടിലായിട്ടായിരിക്കുന്നത്. നമ്മുടെ വെയ്വൂഷാൻ ഇപ്പോഴും നല്ല മയക്കത്തിലായിരുന്നു. വെന്നിങ് അവിടെ പറയും, വെയ്വൂഷാൻ്റെ അടുത്ത് പറയല്ലേ ഞാൻ ഇക്കാര്യം ജിയാൻചിങ്ങിൻ്റെ അടുത്ത് പറഞ്ഞത്, കാര്യം വെയ്വൂഷാൻ എന്നെ നല്ലതുപോലെ വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ലൻഷാനായിരുന്നാലും നമ്മുടെ ഈ വെന്നിങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അത് നല്ല പെയിൻഫുൾ ആയിരുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ വെന്നിങ് പറയും, അതെ, ഇത് ചെയ്യുന്ന സമയത്ത് 50% ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഗോൾഡൻ കോർ കൊടുക്കുന്നയാൾ 2 ദിവസം കണ്ണു തുറന്ന് ഇരുന്നേ പറ്റത്തോളായിരുന്നു. അതുകൊണ്ട് തന്നെ വെയ്വൂഷൻ നല്ലതുപോലെ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ലൻഷാന് ഭയങ്കര വിഷമം വരും. അതേപോലെ തന്നെ ലൻഷാൻ അവിടെ വേറൊരു കാര്യം റിവീലാക്കും, അതായത് നമ്മളുടെ ലൻഷാനാണെങ്കിൽ ആയുവാനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ വെന്നിങ്ങിന് ഭയങ്കര സന്തോഷം. അവിടെയായിട്ട് ആ ഫ്ലാഷ് ബാക്കും കാണിക്കും. ആയിവാൻ ആ സമയത്ത് നല്ല പനിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തത് എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ വെയ്വൂഷൻ കണ്ണുറക്കും. അവനാണെങ്കിൽ അവിടെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവിടുത്തെ ഒരു ലോട്ടസിന്റെ സീഡ് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ ലൻഷാൻ അതിനെ ആദ്യമേ തടയും, കാര്യം ആ കുളം എന്ന് പറയുന്നത് വേറെ ആരുടെയോ ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ലൻഷാനാണെങ്കിൽ മനസ്സിലാവും വെയ്വൂഷന് സങ്കടമായി എന്ന്. അങ്ങനെ അവൻ തന്നെ അവിടെ നിന്ന് ഒരു ലോട്ടസ് സീഡ് എടുത്ത് നമ്മളുടെ വെയ്വൂഷൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. ഇവിടെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ പെട്ടെന്ന് തന്നെ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടും, അതായത് നമ്മുടെ ലൻഷാൻ്റെ ചേട്ടനാണെങ്കിൽ ലോട്ടസ് ക്ലാനിലായിട്ട് വന്നിട്ടുണ്ട് എന്ന്. അതായത് ലോട്ടസ് ക്ലാനിൻ്റെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്തായിട്ട്. അങ്ങനെ നമ്മളുടെ വെയ്വൂഷന് മനസ്സിലാവും, അതായത് നമ്മുടെ വെയ്വൂഷനായിരുന്നാലും ആ നുണക്കുഴിയുള്ളവൻ്റെ ചേമ്പലായിട്ട് ചെന്നപ്പോൾ അവിടെ ഒരു മാപ്പ് ഇരിക്കുന്നത് കണ്ടായിരുന്നു. ആ മാപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ലോട്ടസ് ക്ലാനിൻ്റെ അടുത്തുള്ള ഒന്നാണ്. അങ്ങനെ അവർ അവിടേക്ക് പോകാൻ വേണ്ടി റെഡിയാവും. വെയ്വൂഷാനും ലൻഷാനും വെന്നിങ്ങും കൂടി ആ സ്ഥലത്തായിട്ട് വരും. അവിടെയായിട്ട് വലിയൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിളിൽ വന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ടെമ്പിൾ ക്ലോസ് ആയിരിക്കുമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാനെ എന്തോ ഒന്ന് നെഗറ്റീവ് അടിക്കും. അവൻ പറയും ഇവിടെ എന്തോ സംഭവം നടക്കാൻ പോവുക എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ വെയ്വൂഷാനും ലൻഷാനും കൂടി ചേർന്നിട്ട് ആ ടെമ്പിളിലായിട്ട് നൈറ്റിൽ വന്ന് നോക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ വെന്നിങ്ങും അവിടെ ഉണ്ട്. അവനാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുന്നതും അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകും. അതേസമയം തന്നെ നമ്മളുടെ ജിൻലിങ് ഇല്ലേ, അവൻ്റെ പട്ടിക്കുട്ടിയായിട്ട് ആ പരിസരത്തായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. അവസാനം ഈ ജിൻലിങ്ങിനെ ആ ടെമ്പിളിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകും. ഇത് കാണുന്നേ നമ്മളുടെ വെയ്വൂഷാനാണെങ്കിൽ ജിൻലിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ടെമ്പിളിൻ്റെ അകത്തായിട്ട് വരുന്നതാ. അവിടെയായിട്ട് നമ്മളുടെ നുണക്കുഴിയുള്ളവനുണ്ടായിരുന്നു. അവൻ നമ്മളുടെ ലൻഷാൻ്റെ ചേട്ടനെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ വെയ്വൂഷാനെ കാണുന്നതും അവൻ്റെ കഴുത്തിലായിട്ട് ഒരു സ്ട്രിങ് ഇട്ട് പിടിച്ചിട്ട് നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവൻ ഇവനെ അങ്ങ് ബന്ദിയാക്കി വെക്കും. ഇത് കാണുന്നേ ലൻഷാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. അവസാനം ലൻഷാൻ്റെ അടുത്ത് നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവൻ പറയും, നീ നിന്റെ പവറിനെ എല്ലാം സീൽ ചെയ്ത് വെക്കണം എന്ന്. ലൻഷാൻ അതുപോലെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ നുണക്കുഴിയുള്ളവൻ ആ ടെമ്പിളിൻ്റെ അകത്തായിട്ട് എന്തോ ഒന്ന് കുഴിച്ചെടുക്കാൻ നോക്കുന്നതാണ്. എന്തോ വലിയൊരു നിധിയാണ്. അതേപോലെ തന്നെ അവിടെയായിട്ട് നമ്മളുടെ ആ വെയ്വൂഷാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, അതായത് ബ്ലേഡ് മാസ്റ്ററിൻ്റെ അനിയൻ, അവനെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജിൻലിങ്ങിൻ്റെ പട്ടിക്കുട്ടിയായി പിടിച്ചുകൊണ്ട് വന്ന് ജിയാൻചിങ്ങിനെ കാണിക്കും. അവനിവിടെ വന്നിട്ട് നമ്മളുടെ നുണക്കുഴിയുള്ളവനായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ നുണക്കുഴിയുള്ളവനുണ്ടല്ലോ, ജിയാൻചിങ്ങിൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് അവൻ്റെ മൈൻഡ് ഡീവിയേറ്റ് ആക്കാൻ നോക്കും. അതായത് നമ്മളുടെ വെയ്വൂഷാൻ്റെയും ജിയാൻചിങ്ങിൻ്റെയും കാര്യങ്ങൾ തന്നെ പറയുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ നുണക്കുഴിയുള്ളവന് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് ജിയാൻചിങ്ങിൻ്റെ ദേഹത്തുള്ള ആ ഒരു ഗോൾഡൻ കോർന്ന് വെച്ചാൽ നമ്മളുടെ വെയ്വൂഷാൻ്റെയാ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ദിവസം നമ്മളുടെ ജിയാൻചിങ് വെയ്വൂഷാൻ്റെ വാളും എടുത്ത് അവിടെ എല്ലാവരുടെ അടുത്തും ആ വാള് വലിച്ചൂരാൻ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്നേ വെയ്വൂഷാനും ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൻ ചോദിക്കും, എൻ്റെ വാൾ എവിടെ പോയി എന്ന്. ഇവിടെയായിട്ട് വെയ്വൂഷാനും മനസ്സിലാവും, അതായത് ജിയാൻചിങ്ങിനെ എല്ലാം പിടികിട്ടിയിട്ടുണ്ട് എന്ന്. ആ ഒരു സമയം നോക്കിയിട്ട് നമ്മളുടെ ആ നുണക്കുഴിയുള്ളവൻ ജിയാൻചിങ്ങിനെ അറ്റാക്ക് ചെയ്യും. അവന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു.
അവസാനം നമ്മളുടെ ജിയാൻ ചെങ്ങും അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഇപ്പൊ നമ്മളുടെ നുണക്കുഴിയുള്ളവന്റെ അടുത്തായിട്ട് കുറെ ആൾക്കാർ ബന്ദിയായിട്ട് ഇരിക്കുവല്ലേ. അവൻ എന്തോ വലിയൊരു നിധി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ ഗാവു ആണെങ്കിൽ ഏത് നിധിയാണോ തെരഞ്ഞുകൊണ്ടിരുന്നത് അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ബോക്സ് ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ അത് കുഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കെല്ലാം നല്ലതുപോലെ പരിക്ക് പറ്റും. അവരുടെ എല്ലാം ദേഹം നല്ലതുപോലെ പൊള്ളിപ്പോവും. ഇത് കാണുന്ന ആർക്കൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ലൻഷാൻ ആയിരുന്നാലും അവന്റെ ചേട്ടനായിരുന്നാലും അവരുടെ സ്പിരിച്വൽ പവറിനെ എല്ലാം തിരിച്ചെടുക്കും. ഇവിടെയായിട്ട് ഇവരെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ ബ്ലേഡ് മാസ്റ്റർ ഇല്ലേ, അയാളുടെ ഫുൾ ബോഡി ഉണ്ടായിരുന്നു. അയാളുടെ തല ഇപ്പോൾ തുന്നി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ഗാവു എന്താണോ ചിന്തിച്ചത് അതിനെക്കാട്ടി മുന്നേ ഇതിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിൻ ആരാണോ അയാൾ നമ്മളുടെ ഗാവു തരുന്ന നിധിനെ നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ ബോഡിയായിട്ട് സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് അങ്ങനെ വലിയ ഫൈറ്റ് തന്നെ നടക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഗാവുവിന്റെ കൂടെ നടക്കുന്ന വേറൊരുത്തനുണ്ടല്ലോ, അവന്റെ ദേഹത്തായിട്ട് നമ്മളുടെ വിഭൂഷൺ ഒരു സംഭവം കാണും. അതായത് 100 ഹോൾസ്. ഈ സംഭവമാണ് നമ്മുടെ വിഭൂഷനെ പണ്ട് നമ്മുടെ ഈ ഗാവുവിന്റെ അനിയൻ ഒരുത്തനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ലായിരുന്നു. അവൻ നമ്മളുടെ വിഭൂഷൺ ചെയ്തിയാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഭൂഷനെ എടുത്തിട്ട് അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് നമ്മളുടെ ജിൻലിങ്ങിന്റെ അച്ഛൻ മരിച്ചു പോയത്. ഇതെല്ലാം ഇപ്പോൾ നല്ലതുപോലെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ നല്ലതുപോലെ ഫൈറ്റിംഗ് എല്ലാം സ്റ്റാർട്ടാവും. നമ്മളുടെ ഈ ജിൻഗാവു ആയിരുന്നാലും അവന്റെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ ജിൻഗാവുവിനെ എല്ലാവരും കൂടി അങ്ങ് തോൽപ്പിക്കും. ഇവിടെയായിട്ട് സത്യങ്ങളെല്ലാം പുറത്തു വരും. ജിൻഗാവു എല്ലാം സമ്മതിച്ചു കൊടുക്കും, അവനാണ് ചെയ്തത്. അതേപോലെ തന്നെ ഷൂയാങ്ങുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവൻ തന്നെയാണ് ഈ സ്ട്രാറ്റജിക് ആൽമിലിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കല്ലിനെ ഉണ്ടാക്കിയെടുത്തതും അത് വെച്ചിട്ട് കുറേ വൃത്തിയായിട്ട പരിപാടികളൊക്കെ ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ ജിൻഗാവു ആണെങ്കിൽ ലൻഷാന്റെ ചേട്ടൻ്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും, എനിക്കൊരവസരം കൂടി തന്നൂടെ, ഞാൻ നല്ലവനായിട്ട് ജീവിച്ചോളാം എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ വേവൂഷാനൊക്കെ ഒരു കാര്യം മനസ്സിലാവും. അതായത് ജിൻഗാവുവിന് അങ്ങനെ പ്രത്യേകിച്ച് ആരുടെടുത്തും വലിയ ദേഷ്യമൊന്നുമില്ല. അവനെ മോശം പറയുകയും അവൻ്റെ അമ്മേനെ മോശം പറയുന്ന ആൾക്കാരെയാണ് അവൻ ഇത്രയും കാലം ടോർച്ചർ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയാൻ ചെങ്ങും ഇവൻ്റെ അമ്മേനെ പറ്റി മോശം പറയും. ഇത് കേൾക്കുന്ന അവന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വേവൂഷാൻ പറയും, ഓക്കെ, അപ്പോൾ അതാണ് നിന്റെ ദേഷ്യത്തിൻ്റെ മെയിൻ റീസൺ എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ വെന്നിങ് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലായിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിൻ്റെ ആ ബ്ലേഡും ഉണ്ട്. അതായത് ബ്ലേഡ് മാസ്റ്ററിൻ്റെ ആത്മാവ് തന്നെ ഇപ്പോൾ നമ്മളുടെ വെന്നിങ്ങിനെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് വെന്നിങ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഗാവു ഉണ്ടല്ലോ, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹിഡൻ വെപ്പൺ എടുത്തിട്ട് നമ്മുടെ ജിൻലിങ്ങിനെ പിടിച്ചങ്ങ് ബന്ദിയാക്കി വെക്കും. അവൻ്റെ കഴുത്തിന് മുറുക്കുന്നതായിട്ട് കാണിക്കും. ഇത് കാണുന്ന നമ്മുടെ വിഭൂഷാനും ജിയാൻ ചെങ്ങും എല്ലാം നല്ലതുപോലെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ വെന്നിങ്ങിനാണെങ്കിൽ ആ വാള് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ ഗാവുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇവിടെയായിട്ട് നമ്മളുടെ ഗാവുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതിൻ്റെ അവൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ ജിൻലിങ് നിൽക്കുകയല്ലേ. ഇത് കാണുന്ന വിഭൂഷാനും എല്ലാവരും ടെൻഷനാവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ലൻഷാൻ ആയിരുന്നാലും അവൻ്റെ വാളെടുത്ത് വീശുന്നതും ഇവിടെയായിട്ട് നമ്മുടെ ഗാവുവിൻ്റെ കൈ തന്നെയാണ് മുറിഞ്ഞു പോകുന്നത്. അതേസമയം തന്നെ നമ്മളുടെ വെന്നിങ്ങും തെറിച്ചങ്ങ് പോകും. ഇവിടെയായിട്ട് നമ്മുടെ ഗാവുവിൻ്റെ ദേഹത്തുള്ള ബ്ലഡ് നമ്മുടെ ജിൻലിങ്ങിൻ്റെ ദേഹത്ത് പറ്റിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ വെന്നിങ് അവൻ്റെ ആ വാളുമായിട്ട് നമ്മുടെ ജിൻലിങ്ങിനെ അറ്റാക്ക് ചെയ്യാനാണ് വരുന്നത്. നമ്മുടെ വിഭൂഷാൻ ആയിരുന്നാലും വേഗം തന്നെ നമ്മുടെ വെന്നിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അതിനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ വെന്നിങ് ബോധത്തിൽ വന്നിട്ട് പറയും, മാസ്റ്റർ, എനിക്ക് ഈ വാള് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ്റെ സ്വന്തം കൈ ആ വാളിനകത്ത് കയറി അങ്ങ് പിടിക്കും. അതേസമയം തന്നെ നമ്മളുടെ ജിയാൻ ചെങ്ങ് അവൻ്റെ കയ്യിലായിട്ട് വെച്ചിരുന്ന വിഭൂഷാൻ്റെ ഓടക്കുഴലുണ്ടായിരുന്നു. അതെടുത്ത് വിഭൂഷാനും കൊടുക്കും. വിഭൂഷാൻ എങ്ങനെ ആ ഓടക്കുഴലെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രാറ്റജിക് ടൈഗർ ആൽമലിറ്റ് ഇല്ലേ, അതിനെ വെച്ച് കൺട്രോൾ ചെയ്തിട്ട് ആ വാളിനെ കൺട്രോൾ ചെയ്ത് നമ്മളെ ബ്ലേഡ് മാസ്റ്ററിന്റെ ശവകുടീരം ഇല്ലേ അതിനകത്ത് വെച്ച് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ വിഭൂഷാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് ബ്ലേഡ് മാസ്റ്ററിന്റെ അനിയൻ, അവൻ അവിടെ നിലവിളിക്കും. അതായത് നമ്മളുടെ ഈ ഗാവുവിന്റെ ഫ്രണ്ട് അവനെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞിട്ട് ആ ഒരു തക്കത്തിൽ നമ്മുടെ ഈ ബ്ലേഡ് മാസ്റ്ററിന്റെ വാളുണ്ടല്ലോ അത് ഓൾമോസ്റ്റ് സീലായതായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അത് വന്നിട്ട് നമ്മളുടെ ഈ ഗാവുവിന്റെ ഫ്രണ്ടിനെ വന്നങ്ങ് കൊല്ലും. വീണ്ടും നമ്മുടെ വിഭൂഷൺ ഒന്നേന്നും പറഞ്ഞ് ട്രൈ ചെയ്യും. അതായത് ഈ വാളിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം അതിനെ സീൽ ചെയ്ത് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ ബോഡി ഇരിക്കുന്ന ആ ഒരു ശവകുടീരം ഇല്ലേ അതെല്ലാം മന്ത്രം വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ വിഭൂഷൺ ആയിരുന്നാലും ജിയാൻ ചെങ്ങിൻ്റെ അടുത്ത് അവന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ആയിട്ടുണ്ട്. രണ്ടുപേർക്കും ഇടയിൽ ഇപ്പൊ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇവിടെയായിട്ട് ഇപ്പൊ എല്ലാവരും സമാധാനത്തോടുകൂടി വട്ടത്തിലിരുന്ന് ഓരോന്നൊക്കെ പറയുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ വിഭൂഷന്റെ ഫ്രണ്ടില്ലേ, അതായത് ബ്ലേഡ് മാസ്റ്ററിന്റെ അനിയൻ, അവൻ അവിടെ നമ്മളുടെ ലൻഷന്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ കാലിൽ മുറിവ് പറ്റി ഒന്ന് മരുന്ന് വെച്ച് കൊടുക്കുക എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ലൻഷന്റെ ചേട്ടനായിരുന്നാലും അങ്ങോട്ട് തിരിയുന്നത്
പറയുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്മാസ്റ്ററിന്റെ അനിയൻ പറയും, അയ്യോ നിങ്ങൾ തിരിഞ്ഞു നോക്കുക, അവൻ നിങ്ങളെ കുത്താൻ വരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാന്റെ ചേട്ടൻ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് നമ്മുടെ ഗാവു ഇല്ലേ അവന്റെ നെഞ്ചത്തായിട്ട് വാളെടുത്തങ്ങ് കുത്തും. ഇത് കാണുന്നേ നമ്മുടെ ഗാവുകാരനായിട്ട് നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ കണ്ണു തുറന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ ലൻഷാന്റെ ചേട്ടൻ കണ്ണടച്ചിട്ടാണ് വാള് വെച്ച് കുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. നമ്മുടെ വേവൂഷാനായിരുന്നാലും ലൻഷാനായിരുന്നാലും വന്ന് നോക്കുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ അനിയൻ പറയും, അത് എനിക്ക് തോന്നി അവനാണെങ്കിൽ നമ്മുടെ ലൻഷാന്റെ ചേട്ടനെ കുത്താൻ വരുന്നതായിട്ട് എന്ന്. അതായത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ബ്ലേഡ് മാസ്റ്ററിന്റെ അനിയനില്ലേ അവൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ. അവനാണെങ്കിൽ ഈ ഗാവുവിനെ വെറുതെ വിട്ടത് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവനിവിടെ പ്രീ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ലൻഷാന്റെ ചേട്ടനെ കൊണ്ട് തന്നെ ഗാവുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇവിടെയായിട്ട് നമ്മളുടെ ഗാവു ആയിരുന്നാലും ലൻഷാന്റെ ചേട്ടനില്ലേ അവനെയും കൊണ്ട് വേഗം തന്നെ നമ്മളുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ ആ ഒരു ശവകുടീരിരിക്കുന്ന സ്ഥലമില്ലേ അവിടെയായിട്ട് വരും. എന്നിട്ട് നമ്മളുടെ ഗാവു പറയും, ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചില്ലേ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തില്ല, എന്നിട്ട് നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചത് എന്ന് പറയട്ടെ അവൻ ആ വാളിനെ കുറച്ചുകൂടി ഫോഴ്സിൽ അകത്തോട്ട് കുത്തി കയറ്റാൻ വേണ്ടിയിട്ട് നോക്കും. ഇത് കാണുന്ന ലൻഷാന്റെ ചേട്ടൻ ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗാവുവിൻ്റെ ബ്ലഡ് ആ ഒരു ശവകുടീരത്തിലായിട്ട് വീണിട്ട് നമ്മുടെ വേവൂഷൻ ആ സീൽ ചെയ്ത് വെച്ചിരുന്ന സീലെല്ലാം പൊട്ടിപ്പോവും. ഇത് കാണുന്നേ നമ്മുടെ ലൻഷാന്റെ ചേട്ടനും ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. ഇവിടെയായിട്ട് നമ്മുടെ ഗാവു പറയും, എൻ്റെ കൂടെ നിൽക്ക്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മരിച്ചു പോവാമെന്ന്. ഇവിടെ പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പേടിച്ച് ഓടാൻ തുടങ്ങും. കാര്യം ആ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാൻ പോകുമായിരുന്നു. നമ്മുടെ ലൻഷാൻ അവൻ്റെ ചേട്ടനെ രക്ഷിക്കാൻ പോകും, എന്നാൽ വേവൂഷാൻ അത് തടയും. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാന്റെ ചേട്ടനായിരുന്നാലും ആദ്യമേ ഗാവുവിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് റെഡിയാവുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൻഷാന്റെ ചേട്ടൻ ആ കൈ അങ്ങ് പിൻവലിക്കും. എന്നിട്ട് അവൻ അവിടെ ഗാവുവിൻ്റെ കൂടെ തന്നെ മരിക്കാൻ റെഡിയാവും. ഇത് കാണുന്നതും ഗാവുവിന് ഒരുമാതിരി തോന്നിയിട്ട് അവൻ വേഗം തന്നെ നമ്മുടെ ലൻഷാന്റെ ചേട്ടനെ പിടിച്ചങ്ങ് തള്ളി പുറത്തോട്ട് എടുത്തങ്ങ് എറിയും. നമ്മുടെ വേവൂഷാനും ലൻഷാനും വേഗം തന്നെ ലൻഷാന്റെ ചേട്ടനെ കയറി പിടിക്കും. എന്നിട്ട് വേവൂഷാൻ ലൻഷാൻ്റെ അടുത്ത് പറയും, ചേട്ടനെ കൊണ്ട് പുറത്തോട്ട് പോയെന്ന്. അങ്ങനെ നമ്മുടെ വേവൂഷാനും പുറത്തോട്ട് വരും. ആ സ്ഥലമെല്ലാം ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗാവു മരിച്ചു പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും പുറത്തിരിക്കുന്നതാ. ഇവിടെ നമ്മുടെ ലൻഷാന്റെ ചേട്ടന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ അനിയൻ്റെ അടുത്ത് ചോദിക്കും, സത്യം പറ, അവൻ യഥാർത്ഥത്തിൽ എന്നെ കൊല്ലാൻ നോക്കിയോ? ഇത് കേൾക്കുന്നേ ബ്ലേഡ് മാസ്റ്ററിന്റെ അനിയൻ പറയും, അതെനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയതാണെന്നാ തോന്നുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാന്റെ ചേട്ടന് മനസ്സിലാവും ഇവ മനഃപൂർവ്വം അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാ എന്ന്. അതേസമയം തന്നെ നമ്മുടെ ജിയാൻ ചെങ്ങിനെ കാണിക്കും. അവനിപ്പോൾ വേവൂഷാനെ നോക്കി നിൽക്കും. പരസ്പരം അവർ രണ്ടുപേരും ഒന്നും പറയത്തില്ല. വേവൂഷാന് മനസ്സിലാവും ജിയാൻ ചെങ്ങിനിപ്പോൾ അവൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല എന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജിൻലിങ്ങിൻ്റെ പട്ടിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേവൂഷാന് പട്ടീനെ പേടിയായതുകൊണ്ട് തന്നെ ജിൻലിങ് ആ പട്ടീനെ പുറത്തു കൊണ്ടുവന്ന് കെട്ടും. എന്നിട്ട് അവൻ വേവൂഷാനെയും ലൻഷാനെയും തിരക്കിയാ വരുന്നത്. എന്നാൽ ആ സമയമാകുമ്പോഴത്തേക്ക് അവരവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജിൻലിങ് വന്നിട്ട് ജിയാൻ ചെങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, വേവൂഷാൻ്റെ അടുത്ത് അങ്കിളിനൊന്നും പറയാനില്ലായിരുന്നോ? ഇവിടെയായിട്ട് നമുക്കൊരു കാര്യം റിവീലാക്കും. നമ്മുടെ ജിയാൻ ചെങ് കഴിഞ്ഞു പോയൊരു കാര്യം ആലോചിക്കും. അതായത് നമ്മളുടെ ജിയാൻ ചെങ്ങും വേവൂഷാനും അതേപോലെ തന്നെ നമ്മളുടെ ആ ജിയാൻ ചെങ്ങിൻ്റെ ചേച്ചിയിലെ ഇവർ മൂന്നുപേരും വെൻക്ലാനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നമ്മളുടെ വേവൂഷാൻ ജിയാൻ ചെങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ പോയി മരുന്ന് വാങ്ങിയിട്ട് വരാം, നീ ചേച്ചീനെ നല്ലതുപോലെ നോക്കിക്കോണോ എന്ന്. അങ്ങനെ നമ്മുടെ വേവൂഷാൻ മരുന്ന് വാങ്ങി തിരിച്ച് വരാൻ നേരത്ത് കുറച്ച് വെൻക്ലാനിലെ ആൾക്കാർ ഇവരെ പിടിക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ ജിയാൻ ചെങ് കാണും. വേവൂഷാനെ പിടിക്കരുത് എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ജിയാൻ ചെങ് മനഃപൂർവ്വം അവിടുത്തെ ആ വെൻക്ലാനിലെ ആൾക്കാരുടെ കയ്യിലായിട്ട് ചെന്ന് പെടുന്നത്. അവിടെയായിട്ട് ജിയാൻ ചെങ് പറയുന്നത് തന്നെ, നീ നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്തോണം, ചേച്ചീനെ നീ പൊന്നുപോലെ നോക്കിക്കോണം എന്നാ. ഇത് നമുക്ക് ആർക്കും അറിയാത്തൊരു സംഭവമായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ജിയാൻ ചെങ് വേവൂഷാനെ ദൂരോട്ട് നോക്കി നിന്നിട്ട് പറയും, നീ നിന്നെ നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്തോണോ എന്ന്. ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന വേവൂഷാനും ലൻഷാനും കൂടി നടന്നു പോകുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ വേവൂഷാൻ്റെ അടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ലാൻസി ഷൂയി വന്നിട്ടുണ്ടായിരുന്നു. ഇവനെ കാണുന്ന വേവൂഷാൻ പറയും, ഇവൻ എന്തിനാ എപ്പോഴും എൻ്റെ പുറകെ നടക്കുന്നതെന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ലാൻസി ഷൂയി വേവൂഷാൻ്റെ അടുത്ത് പഴയ കാര്യങ്ങളൊക്കെ പറയും. അവൻ പറയുന്നത് തന്നെ, എനിക്ക് കുറേ ഓർമ്മയൊക്കെ വന്നു, ഞാൻ ആ ഓർമ്മകൾ പറയട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വേവൂഷാനും അതേപോലെ ആയുവാനും കൂടി ചെയ്ത പണ്ടത്തെ കുറേ കാര്യങ്ങൾ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ വേവൂഷാൻ ഭയങ്കരമായിട്ട് ഇമോഷണലാവും. അവന് മനസ്സിലാവും, അതായത് അവൻ ഇത്രയും നാളും മിസ് ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ ആയുവാൻ ഇവൻ തന്നെയാ എന്ന്. അപ്പോൾ നമ്മുടെ വേവൂഷാൻ ലൻഷാൻ്റെ അടുത്ത് ചോദിക്കും, നീ തന്നെയാണോ ഇവനെ രക്ഷിച്ചത്? ഇവിടെ നമ്മുടെ ലൻഷാൻ അതേ എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ വേവൂഷാൻ്റെ മനസ്സിപ്പോൾ നല്ലതുപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അവൻ ഇത്രയും
ഇത്രയും കാലം ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു, ആ കുഞ്ഞ് മരിച്ചുപോയി എന്നും പറഞ്ഞിട്ട്. എന്നാൽ ഇപ്പം അവന് നല്ല സന്തോഷമായിട്ടുണ്ട്. നമ്മുടെ ലൻഷാനായിരുന്നാലും പറയും നമ്മൾ രണ്ടുപേരുമാണ് ഇവൻ്റെ ടീച്ചേഴ്സ് എന്ന്. ഇവിടെ നമ്മുടെ ആയുവാനായിരുന്നാലും വേവൂഷൻ്റെ കാലിലായിട്ട് കയറിയിരിക്കും. വേവൂഷൻ പറയും നീ ഇപ്പം എന്ത് വലുതായി, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെന്ന്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ വെന്നിങ് ആണെങ്കിൽ വേവൂഷൻ്റെ അടുത്ത് പറയുന്നതാ, എനിക്കിനിയിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കണം. ഞാനാണെങ്കിൽ ആയുവാനെയും കൊണ്ട് ഞങ്ങളുടെ ആ ഒരു വെൻക്ലാനിൻ്റെ സ്ഥലത്തായിട്ട് ചെന്നിട്ട് അവിടെ ഒരു ടോംബ് കെട്ടണം. എന്നിട്ട് ഞാൻ അവനെ തിരിച്ച് ഗൂസൂലായിട്ട് കൊണ്ടാക്കും. എന്നിട്ട് എനിക്ക് എൻ്റെ സ്വന്തം ജീവിതം സ്വന്തമായിട്ട് ജീവിക്കണം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ വേവൂഷന് നല്ല സന്തോഷമാവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേവൂഷനെ ലൻഷാനോട് നടക്കുന്നതാ. വേവൂഷൻ അവിടെ ലൻഷാനടുത്ത് പറയും നീ ഇനിയിപ്പോൾ എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന്. എന്നാൽ നമ്മുടെ ലൻഷാൻ അവിടെ ഒന്ന് മടിച്ചു നിൽക്കും. അവന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ. എന്നാലും അവൻ നമ്മളുടെ വേവൂഷനെ നോക്കിയിട്ട് തലയാട്ടി കാണിക്കും. പിന്നീട് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷമാണ് ഇവിടെയായിട്ട് നമ്മളുടെ ലൻഷാനാണ് ഇപ്പം എല്ലാ ക്ലാനിൻ്റെയും മെയിൻ ലീഡറായിട്ടുള്ള കിങ് ആയിട്ട് മാറിയിട്ടുള്ളത്. അതായത് അവരാണ് ഇപ്പം അവിടുത്തെ ഏറ്റവും വലിയ എക്സലൻസി. ഇവിടെ നമ്മളുടെ വേവൂഷൻ പറയും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, നീ ഇപ്പം എല്ലാ ക്ലാനിൻ്റെയും കിങ് ആയി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാൻ പറയും എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീയും നിന്റെ പേരിന് ഒരുപാട് അർഹതപ്പെട്ടവൻ തന്നെയായെന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ലൻഷാൻ പറയും പണ്ട് നമ്മൾ ഇതേ സ്ഥലത്ത് നിന്നിട്ടല്ലേ രണ്ടുപേരും ഒരേ ഡ്രീം ഒരേ കാര്യം പ്രാർത്ഥിച്ചത്. അതായത് രണ്ടുപേരും ആഗ്രഹിച്ചത് പാവപ്പെട്ടവരെ രക്ഷിക്കണം, എന്നാൽ ഈവിളായിട്ടുള്ളവർക്ക് ശിക്ഷ കൊടുക്കണം എന്നായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ആലോചിച്ച് ചിരിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ലൻഷാൻ്റെ ആ ഒരു ഗൂസൂലായിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിൻ്റെ അനിയനില്ലേ അവൻ വരുന്നതാണ്. അവനാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളുടെ ലൻഷാൻ്റെ അടുത്തും വേവൂഷാൻ്റെ അടുത്തും സംസാരിക്കും. ഇവിടെ നമ്മളുടെ വേവൂഷാനും ലൻഷാനും നല്ലതുപോലെ അറിയാം എല്ലാത്തിൻ്റെയും പിന്നിൽ ഇവൻ തന്നെയായെന്ന്. അവിടെ നമ്മളുടെ വേവൂഷാൻ ചോദിക്കും നീ ഇത്രയൊക്കെ കാര്യങ്ങൾ കാണിച്ചില്ലേ, നിനക്ക് ഇവിടുത്തെ കിങ് ആവണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ? അപ്പോൾ അവൻ പറയും ഞാൻ കിങ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഞാനത് നേടിയെടുക്കും, എന്നാൽ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ തലയിടാൻ വരത്തില്ല എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. നമ്മളുടെ ലൻഷാനായിരുന്നാലും വേവൂഷാനോട് ചോദിക്കും നിനക്ക് അവൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നോ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ? അപ്പം നമ്മളുടെ വേവൂഷാൻ പറയും ഞാൻ എന്താ അവൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്, എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്നോ, അതോ ബ്ലേഡ് മാസ്റ്ററിൻ്റെ ആ ഒരു ബ്ലേഡിനെ എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടത് എന്തിനാണെന്നോ? അതൊന്നും ഇനി ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മളുടെ വേവൂഷൻ്റെ കയ്യിൽ മുറിവെല്ലാം ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അവൻ്റെ ശത്രുക്കളെല്ലാം മരിച്ചു പോയിട്ടില്ലേ. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൻഷാനും വേവൂഷാനും കൂടി ഒരു മലയുടെ മുകളിലായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ പറയും ഞാൻ ആ വഴിയാണ് പോകാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വേവൂഷാൻ പറയും ഞാൻ ഈ വഴിയാണ് പോകാൻ പോകുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതായത് ഇവരിവിടെ വെച്ച് പിരിയുകയാണെന്നാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ലൻഷാൻ കുറച്ച് ദൂരം നടന്നു വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ വേവൂഷൻ പാടുന്ന പാട്ട് കേൾക്കും. അത് വേറൊന്നുമല്ല നമ്മുടെ ലൻഷാൻ വേവൂഷന് വേണ്ടി പാടിക്കൊടുത്ത ആ പാട്ടില്ലേ അത് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പാട്ട് കമ്പോസ് ചെയ്തത് വേറെ ആരുമല്ല നമ്മുടെ ലൻഷാൻ തന്നെ. ഈ പാട്ടിന് അവൻ ഇട്ടിരിക്കുന്ന പേരെന്ന് വെച്ചാൽ വാങ്ഷിയാൻ എന്നാണ്. എന്നാൽ ഈ പേരിനെ പറ്റി നമ്മളുടെ വേവൂഷന് ഒരു ഐഡിയയും ഇല്ല. വേവൂഷൻ നമ്മളുടെ ലൻഷാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ നീ ഈ പാട്ടിൻ്റെ പേര് ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ വേവൂഷനാണെങ്കിൽ ഒരു മലയുടെ മുകളിലായിട്ട് നിന്ന് ലൻഷാൻ പാടിക്കൊടുത്ത ആ പാട്ടില്ലേ അതിരുന്ന് പാടുന്നതാ. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് ഒരാൾ വെയിങ് എന്ന് വിളിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ വേവൂഷൻ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൻ പെട്ടെന്ന് തന്നെ സ്തംഭിച്ച് നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കും. അവൻ്റെ കണ്ണിൽ നല്ലതുപോലെ കണ്ണീര് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ അവൻ നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. ഇത് കാണുന്നേ നമുക്ക് മനസ്സിലാവും അത് വേറെ ആരുമല്ല അവൻ്റെ ലൻഷാൻ തന്നെയാണ് അവനെ തേടി വന്നിരിക്കുന്നതെന്ന്. ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സത്യം പറഞ്ഞാൽ ഈ സീരീസ് കാണുന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇവർ രണ്ടുപേരും ഒന്നിക്കണമെന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. സത്യത്തിൽ ഈ സീരീസിലെ കുറേ ഭാഗങ്ങളും കുറേ സീനുകളൊന്നും സീരീസിൽ കാണിച്ചിട്ടില്ല. കാര്യം സെൻസർഷിപ്പ് ഇഷ്യൂസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നോവലൊക്കെ വായിക്കുകയും ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാരെ ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാ? എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ലൻഷാൻ തന്നെയാണ് കേട്ടോ. ആദ്യമേ വേവൂഷനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ സീരീസ് മൂവ് ആവുന്നതനുസരിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടം ഫീൽ ചെയ്തത് ലൻഷാൻ്റെ അടുത്ത് തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടില സീരീസ് ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.